ഷൺമോഹൻ വർഗീസ്, എന്തൊക്കെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഈ വോട്ടിന് കോഴ വിവാദവും, ഇത് ഈ ത്രികോണ പോരാട്ടത്തിന്റെ ആവേശം അത്ര കണ്ട് അലയടിക്കുന്നത് കൊണ്ടാണോ? ഇതൊരു കൂട്ടപ്പൊരിച്ചിലിന്റെ രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണോ? ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? അതോ പതിവായി നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ ഇതെല്ലാം? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒറ്റവാക്കിൽ പറഞ്ഞാൽ അസംബന്ധ നാടകം എന്ന് പറയാമോ. എല്ലാ സഭ്യതകളുടെ എല്ലാ സീമകളെയും ലംഘിക്കുന്ന വാഗ്ധോരണികളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇത് ക്യാമറ കണ്ണുകൾ ഒപ്പി എടുക്കുമ്പോൾ അപൂർവമായി മാത്രമേ കൃത്യമായ കാര്യങ്ങൾ ക്യാമറ കണ്ണിന് ഒപ്പിയെടുക്കാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായി ന്യായീകരണങ്ങൾ ഉണ്ടാകും. ഇത് പെൻഷൻ കിട്ടിയ തുകയാണ്, മറ്റേതെങ്കിലും കാര്യത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങളായി നിൽക്കും. അതെന്തുകൊണ്ടാണ്? ഇതൊക്കെ ആരെങ്കിലും ശിക്ഷിക്കപ്പെടും എന്നതുകൊണ്ടല്ല, മറിച്ച് ഇലക്ഷൻ ഈവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വൈബുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവോ നെഗറ്റീവായ വൈബുണ്ട്. അത് ആരെയെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും ചിലരുടെയൊക്കെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് മേൽ കരുനിഴൽ വീഴുകയും ചെയ്യും. ഈ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ശോഭ ഈസ് എ ഫോർ റണ്ണർ. ഇവിടെ ബി ജെ പിക്ക് ജൈവികമായി വളർച്ചയുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. ശോഭാ സുരേന്ദ്രൻ ഒരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. എന്ത് വില കൊടുത്തും ശോഭാ സുരേന്ദ്രൻ്റെ ആ വിജയ പ്രതീക്ഷയെ ഒരു പക്ഷേ അതിനെ പിന്നോട്ടടിക്കാൻ ഇത് തീർച്ചയായും കോൺഗ്രസ് അത് ചെയ്യും, CPM അത് ചെയ്യും. ഡീലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവരൊക്കെ അത് ചെയ്യും. ഇത് മുൻകൂട്ടി കാണണമായിരുന്നു. എക്കാലത്തും CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ വളരെ സൈലൻ്റായി ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഹരിശ്ചന്ദ്രന്മാരില്ല ശ്രീ മഞ്ജുഷ്. എല്ലാവരും ഒന്നാണ് ഇക്കാര്യത്തിൽ. പണവും സ്വാധീനവും ഓഫറും എല്ലാം കൊടുത്താണ് എല്ലാവരെയുമല്ല പലരെയും സ്വാധീനിക്കുന്നത്. ഈ സ്വാധീനിക്കപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ അന്തിമമായ ജനവിധി തീരുമാനിക്കുക. പക്ഷെ അത് വോട്ടർമാരെ കുറച്ച് കാണുന്നതിന് തുല്യമല്ലേ? അത് തീർച്ചയായും വോട്ടർമാരെ കുറച്ച് കാണുന്നതിന് തുല്യമാണ്. അത് രാഷ്ട്രീയ കക്ഷികൾ എന്ത് വില കൊടുത്തു, അത് ജീവൻ മരണ പോരാട്ടമാണ്. സ്റ്റേക്സ് ആർ വെരി ഹൈ. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ ഭംഗ്യാന്തരേണ പറയാമെങ്കിലും തെരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ പ്രഭവം നമ്മളൊന്ന് നോക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന കണക്ക്, അതിന് കൊടുക്കുന്ന പാർട്ടികൾ കൊടുക്കുന്ന കണക്കും യഥാർത്ഥത്തിൽ ചിലവഴിക്കുന്ന പണവും തമ്മിൽ എന്തെങ്കിലും ഒരു പാരിറ്റി ഉണ്ടാകുമോ? ഈ ബോർഡുകൾ, ഫ്ലക്സുകൾ, പ്രചരണ വാഹനങ്ങൾ, ഇവർക്കെല്ലാം ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ, ഇവർക്കെല്ലാം കൊടുക്കേണ്ട ശമ്പളം എന്ന് തന്നെ പറയേണ്ടി വരും. ആരും ഒരു നിഷ്കാമ കർമ്മമൊന്നും ചെയ്യുന്നതല്ല. കുറച്ച് പേരൊക്കെ കണ്ടേക്കാം. ഈ വലിയ തുകയാണ് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും മുടക്കുന്നത്. ഈ തുക എങ്ങനെയാണ് വിനിയോഗിക്കപ്പെടുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ എത്ര വിചാരിച്ചാലും പൂർണ്ണമായി അത് കണ്ടെത്താനാവില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇങ്ങനെ കണ്ടെത്തി അത് ക്യാമറയിൽ പകർത്തി കഴിയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ട്രാക്ഷനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ പാലക്കാട് മണ്ഡലത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോയത്. കാരണം BJPക്ക് വിജയസാധ്യത ഉള്ളതാണ്. ആ ഒരു മണ്ഡലത്തിൽ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികളാണ്, അല്ലെങ്കിൽ നേതാക്കന്മാരാണ്, ലോക്കൽ ആളുകളാണ് ഈ ക്യാമറ ഓപ്പറേഷന് പിന്നിൽ. ഇത് മലബാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തേരോട്ടത്തെ ഏത് വിധേനയും ചെറുക്കാൻ തങ്ങൾ തയ്യാർ. അപ്പോൾ ഇതാദ്യം രംഗത്ത് വന്നത് കോൺഗ്രസ്സാണ്, പിന്നീട് CPM രംഗത്ത് വന്നു എന്നത് മറക്കുന്നില്ല, വിസ്മരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ UDFനൊരു അഡ്വാൻറ്റേജ് മലബാർ മേഖലയിലെങ്കിലും, പാലക്കാട് കാര്യം മാത്രമല്ല, ഒരു മണ്ഡലത്തെ വിധിയല്ല ഇവിടെ കുറയ്ക്കപ്പെടുന്നത്, ഒരു മേഖലയുടെ വിധി ചെറുതായി മാറ്റിമറിക്കാൻ ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് കഴിയും എന്നാണ്. ഇത് അറിയാവുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് ജാഗ്രതാപൂർവമായി എല്ലാ പാർട്ടികളും നേതാക്കളും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതിന് പകരം താൽക്കാലിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ CP റാഷിദ്, താങ്കൾ ഇതിനകം തന്നെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ള ആളാണല്ലോ. എത്ര സീറ്റുകൾ കിട്ടാം ഏത് മുന്നണിക്ക് എന്ന രീതിയിൽ, ഭരണമാറ്റമോ ഭരണ തുടർച്ചയോ എന്നതിൽ. ഇപ്പോൾ ഈ പാലക്കാട് കണ്ടതുപോലെയുള്ള സംഭവങ്ങൾ ഇത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് വരുമോ ഇല്ലയോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? റാഷിദ് കേൾക്കുന്നില്ല. റാഷിദ്, ഓഡിയോയിൽ കുറച്ച് കുഴപ്പമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ? ഇത് പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പലയിടങ്ങളിൽ പല രൂപത്തിൽ ഇത് കാണുന്നു. കിറ്റിന്റെ രൂപത്തിൽ കാണുന്നു, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കാണുന്നു. അടൂരിലൊരു സ്ഥാനാർത്ഥി, UDFന്റെ സ്ഥാനാർത്ഥി CV ശാന്തകുമാർ ഇന്ന് പൊട്ടിക്കരയുന്നത് കേൾക്കുന്നു. ഇത് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തെ മലീമസമാക്കുന്നത്? കാരണം ഇത് ഈ അവസാന ദിവസം, ഈ നിശബ്ദ പ്രചാരണത്തിലെ ദിവസങ്ങളിൽ നിശബ്ദമായിട്ട് പ്രചാരണം നടത്തേണ്ടതാണ്. അതിനു പകരം ഒച്ചപ്പാടും ബഹളവും തന്നെയായിരുന്നു ഇന്നും.
മഞ്ജുഷ്, ഞാൻ ഈ വിഷയത്തെ അത്ര ലളിതമായിട്ട് ശ്രീ മോഹൻ വർഗീസ് കാണുന്നത് പോലെ ലാഘവത്തോടെ കാണാൻ ഞാൻ തയ്യാറല്ല. ഇപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏതെങ്കിലും ഈ യൂട്യൂബ് ചാനലിലൊക്കെ വിശകലനം നടത്തിയിട്ട് വന്നിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോടുള്ള സകല ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം നോർമലൈസ് ചെയ്യുകയാണ് ഈ കാര്യത്തെ ചെയ്തത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫ്ലെക്സുകളും നോട്ടീസുകളും അടിക്കാൻ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ, കോടികളെന്ന് തന്നെ പറയേണ്ടി വരും, സ്ഥാനാർത്ഥികൾ ചിലവാക്കുന്നത് പോലെ അദ്ദേഹം അതിനോട് സമീകരിക്കുകയാണ് ഈ കൈക്കൂലി കൊടുക്കുന്നതിന്. അത് കേരളത്തിൽ ഇത് അത്ര സുപരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല ശരിക്കും. ഇപ്പോൾ എനിക്കറിയില്ല അദ്ദേഹത്തിന് അങ്ങനെ വ്യക്തിപരമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതിനെക്കുറിച്ച് അറിയുമോ എന്ന്. പക്ഷേ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ചില കോളനികൾ, ചില ഊരുകൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില മദ്യക്കുപ്പികൾ എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഇങ്ങനെ വായുവിലുണ്ട്. എന്നാൽ ഇതുപോലെ ഒരു കാര്യം കേരളത്തിൽ അങ്ങനെ പരിചിതമല്ലാത്തൊരു കാര്യമാണ്. ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. തമിഴ്നാട്ടിൽ നമുക്കറിയാം ഇങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഉത്തരേന്ത്യയിൽ ഇതൊരു ഉത്തരേന്ത്യൻ മോഡൽ ഓപ്പറേഷൻ ആണ് ശരിക്കും ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പാർലമെൻറ്റിൽ ജയിച്ചത് എങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ കിറ്റുകളും ശോഭാ സുരേന്ദ്രൻ്റെ ഈ പാലക്കാട് ഇന്ന് കയ്യോടെ പിടിച്ച റെഡ് ഹാൻഡഡ് എന്ന് പറയില്ലേ, അതുപോലെ കയ്യോടെ പിടിച്ച ഈ ഓപ്പറേഷനിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിപ്പോൾ തൃശ്ശൂർ നമുക്കറിയാം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി ജയിക്കും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ BJPക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം അവിടെയുള്ള ചാവക്കാട് താലൂക്കിലുള്ള മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുകയും അവിടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ ഇവർ പ്രതീക്ഷിച്ച അത്രയും കിട്ടുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി പലതരം ഓപ്പറേഷൻസ് നടത്തി. പൂരം കലക്കൽ മുതൽ അവിടെ ബിഷപ്പിനെ കയ്യിലെടുക്കൽ മുതൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തി BJP. അവിടെ വോട്ടർമാരെ ചേർക്കുകയും അവിടെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പോകുന്നതും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമൊക്കെ നമുക്ക് അറിയാമല്ലോ. അതുപോലെ ഒരു പാലക്കാട് ശോഭാ സുരേന്ദ്രന് ജയിക്കാവുന്ന ഒരു സാധ്യതയുണ്ട്. ആ ജയം ഉറപ്പാക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഇത് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനെ ലാഘവത്തോടെ വളരെ നോർമലൈസ് ചെയ്ത് കാണാൻ ഞാൻ തയ്യാറില്ല. ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കുക എന്ന തരത്തിലുള്ള കേരളത്തിൽ ജനാധിപത്യം മാറാൻ പാടില്ല. നമുക്കറിയാം കേരളത്തിലെ വോട്ടർമാർ വളരെ നന്ദിയുള്ള ആൾക്കാരാണ്. അവർ കഴിഞ്ഞ തവണ പിണറായി വിജയൻ്റെ കിറ്റുകളും ഒക്കെ വാങ്ങിച്ച ആൾക്കാർ വോട്ട് ചെയ്തതാണ്. അത് കണ്ടിട്ടും പിന്നെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപി നടത്തിയ ചില ഓപ്പറേഷൻസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് ഇങ്ങനെ പിടിച്ചെടുക്കാം അല്ലെങ്കിൽ ഉറപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരിക്കലും പിന്തുണച്ചുകൂടാ. ശോഭാ സുരേന്ദ്രൻ ഒരു നല്ല സ്ഥാനാർത്ഥിയാണ്. അവർ പലതവണ മത്സരിച്ച ആളാണ്. മത്സരിച്ച് തോറ്റെങ്കിലും അവർ ഓരോ തവണ മത്സരിക്കുമ്പോഴും അവരുടെ ലീഡ് ഉയർത്തുന്ന അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ കൂട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ എന്തെങ്കിലും ജയിക്കും. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പാലക്കാട് അവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് അവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് ഞാൻ ഇതിലൂടെ കാണുന്നത്. BJPയുടെ ഗോസായി രാഷ്ട്രീയം അല്ലെങ്കിൽ തമിഴ്നാട് മോഡൽ രാഷ്ട്രീയം ഇവിടെ കേരളത്തിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നുകൂടി ഞാൻ പറയുന്നു. ശരി, CP റാഷിദ്, ഇത് നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നായി മാറുമോ ഇത്തരത്തിലുള്ള വോട്ടിന് പണം എന്നുള്ളത്? ശോഭ പറയുന്നത് പക്ഷേ അവരെ കൊടുക്കുവാനുള്ള ശ്രമം എന്നാണ്. ഇത് ശോഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലല്ലോ. പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളത് കണ്ടുവരികയാണ്. അതിൽ ഇത്തരത്തിൽ വോട്ടിന് പണം മാത്രമല്ല, വ്യക്തി അധിക്ഷേപങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അനഭിലഷണീയമായ കാര്യങ്ങൾ. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.